കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ സ്വത്തിൽ 6 വർഷം കൊണ്ട് ഇരട്ടിയോളം വർധനവുണ്ടായതായി റിപ്പോർട്ടുകൾ. മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഒരു തൊഴിലോ മറ്റ് ജോലികളോ മറ്റ് ബിസിനസ് വരുമാനങ്ങളോ ഉള്ളതായി നമുക്ക് വ്യക്തമായ ധാരണയില്ല. എന്നാലും അദ്ദേഹത്തിന് ഈ ഇരട്ടിയോളം അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ വർധനവുണ്ടായത് എങ്ങനെ എന്നുള്ള ഒരു സംശയമാണ് പൊതുവെ ഉയരുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിന് പ്രത്യേകിച്ച് ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ഉള്ളതായി അറിവില്ല. അദ്ദേഹത്തിന് ബിസിനസ്സോ മറ്റ് കാര്യങ്ങളോ അതുപോലെ വലിയ കെട്ടിടങ്ങൾ അതുപോലെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വലിയ സ്ഥാപനങ്ങൾ ഒക്കെ ഉള്ളതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള വരുമാനമാണെങ്കിൽ കൂടി ഈ 6 വർഷം കൊണ്ട് ഇരട്ടിയിലധികം ഒക്കെ തന്നെ വരുമാനം വർദ്ധിക്കുമോ എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. 38.65 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ കാണിച്ചിരിക്കുന്നത്. രാജ്യസഭ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതിന്റെ ഭാഗമായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഈ വിശദാംശങ്ങൾ ഉള്ളത്. മല്ലികാർജുൻ ഖാർഗെയുടെ സ്വത്ത് എങ്ങനെ ഇരട്ടിയായി എന്നതിനെക്കുറിച്ചുള്ള ചില തർക്കങ്ങളും ചില വാദങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. മല്ലികാർജുൻ ഖാർഗെയുടെ സ്വത്ത് 6 വർഷത്തിനിടെയാണ് ഇരട്ടിയോളം വർദ്ധിച്ചത്. 38.65 കോടി രൂപയുടെ സ്വത്ത് വിവരങ്ങളാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2020 ഖാർഗെ ആദ്യമായി കർണാടകത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിച്ചത്. അന്ന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ 20.12 കോടിയുടെ സ്വത്തായിരുന്നു കാണിച്ചിരുന്നത്. 6 വർഷം പിന്നിട്ടപ്പോൾ 92% വർധനവാണ് ഇദ്ദേഹത്തിന്റെ സ്വത്തിൽ ഉണ്ടായിരിക്കുന്നത്. 9.58 കോടി രൂപയുടേത് അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്താണ്. സ്വന്തം പേരിൽ ഉള്ളത് 14.81 കോടി രൂപയുടെ സ്വത്ത്. ഇതിൽ 6.51 കോടി രൂപയുടെ സ്ഥാവര വസ്തുക്കളും 8.3 കോടി രൂപയുടെ ജംഗമ വസ്തുക്കളുമുണ്ട്. ഭാര്യ രാധാഭായ് ഖാർഗെയ്ക്ക് 14.26 കോടിയുടെ സ്വത്തുണ്ട്. 4.41 കോടിയുടെ സ്ഥാവര സ്വത്തുക്കളും 9.85 കോടിയുടെ ജംഗമ സ്വത്തുക്കളുമാണ് ഇവർക്ക് ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഖാർഗെ കർണാടക നിയമസഭാ സെക്രട്ടറിയുടെ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇത്തരത്തിൽ സത്യവാങ്മൂലങ്ങളിലൊക്കെ തന്നെ സ്വത്ത് വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന നിയമം വന്നതിൽ പിന്നെ ആരാണ് കോടീശ്വരന്മാരായ പൊതുപ്രവർത്തകർ എന്ന് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച പലരും കോടീശ്വരന്മാരാണ് എന്നുള്ള വാർത്തയും നേരത്തെ പുറത്തു വന്നിരുന്നു. പിണറായി സർക്കാരിൽ MLA-മാരായിരുന്ന പലരുടെയും സ്വത്ത് വിവരങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇവരൊക്കെ തന്നെ ബിനാമി പേരുകളിലും പല സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയതായുള്ള ആരോപണവും അന്നുണ്ടായിരുന്നു. എന്തായാലും ഇരട്ടിയിലധികം വർധനവാണ് ഈ 6 വർഷം കൊണ്ട് മല്ലികാർജുൻ ഖാർഗെ എന്ന കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയുടെ സ്വത്ത് വിവരത്തിൽ ഉണ്ടായിരിക്കുന്നത്, സ്വത്ത് വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത്രയധികം ഇരട്ടിയോളം സ്വത്ത് വർദ്ധിപ്പിക്കാനുള്ള എന്ത് വരുമാന മാർഗമാണ് ഇദ്ദേഹത്തിന് ഉള്ളത് എന്ന കാര്യം ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ പോലും ഇത്തരത്തിൽ പൊതുപ്രവർത്തകർ, സാധാരണക്കാരായ വ്യക്തികൾ, ഇവരിലൊക്കെ തന്നെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ സാധാരണക്കാരായ വ്യക്തികളും ഒക്കെ തന്നെ ഇത്രയധികം സ്വത്ത് സമ്പാദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒരു സംശയദൃഷ്ടിയോടെ മാത്രമേ പൊതുസമൂഹം, ജനങ്ങൾ നോക്കിക്കാണുകയുള്ളൂ. സാധാരണക്കാരായ ആളുകൾ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയും ഒരു ദിവസത്തെ കൂലിക്ക് വേണ്ടിയും പാടുപെടുമ്പോൾ ഇത്തരത്തിൽ അധികാരസ്ഥാനത്തിരിക്കുന്നവരും പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി മുതൽ അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടി അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമൊക്കെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വിവരങ്ങൾ അല്ലെങ്കിൽ സ്വത്ത് വകകൾ വർദ്ധിപ്പിക്കുമ്പോൾ അതെവിടെ നിന്നാണ് എന്നുള്ള ചോദ്യം സാധാരണ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാൻ അവകാശമുണ്ട് ഈ ജനാധിപത്യ രാജ്യത്ത്.